ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുണമേന്മയുള്ളതും ശുദ്ധവുമായ മഞ്ഞൾപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യണത്. മഞ്ഞളിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു തുടർച്ച എന്നോണം വേണം ഈ വീഡിയോ കാണാനായിട്ട്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ടേക്കാം. എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ മസാലകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പം മസാലകൾ പൗഡറുകളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി തന്നെയാണ്. കറികളാണെങ്കിലും തോരനാണെങ്കിലും മെഴുക്കുവരട്ടി എല്ലാത്തിലും നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഈ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഗുണമുള്ളതും ശുദ്ധവും ആയിരിക്കണമല്ലോ. അപ്പം അത് എങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ വർഷങ്ങളോളം മഞ്ഞൾപ്പൊടി കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മഞ്ഞളിൻ്റെ ഇലയും തണ്ടും ഒക്കെ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് മാറ്റിയിട്ട് വേണം നമുക്കിത് മഞ്ഞൾ വാരത്തിൽ നിന്നൊക്കെ മഞ്ഞൾ പറിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മഞ്ഞളിൻ്റെ ഉണങ്ങിയ തണ്ടെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മണ്ണൊക്കെ നന്നായി ഉണങ്ങി കിടക്കുകയാണ്. കണങ്ങുകളൊക്കെ പോകാതെ മുറിഞ്ഞു പോകാതെ വേണം നമുക്ക് പറിച്ചെടുക്കാനായിട്ട്. വേണമെങ്കിൽ പറിക്കുന്നതിൻ്റെ തലേ ദിവസം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ പറിക്കാനൊക്കെ ഇത്തിരി എളുപ്പമുണ്ടാകും. കുറച്ചുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒന്ന് നനച്ചിട്ടായിരുന്നു. അതുകൊണ്ട് പറിക്കാനൊക്കെ ഇത്തിരി എളുപ്പമുണ്ട്. അത് മാത്രമല്ല ഈ കണങ്ങുകളൊന്നും മുറിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും മഞ്ഞളാണ് മൊത്തത്തിൽ കിട്ടിയേക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കണങ്ങുകളും തടയും ഒക്കെ ഒന്ന് വേർപെടുത്തി എടുക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണങ്ങുകളെല്ലാം ഓരോന്നായിട്ട് അടർത്തി എടുക്കണം. മഞ്ഞളിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യണതിന് വേണ്ടിയിട്ട് നമുക്ക് പുഴുങ്ങി ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ പുഴുങ്ങുമ്പോൾ നമുക്ക് ഈ കണങ്ങുകളും തടയും വേറെ വേറെ ഇട്ട് വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. ഈ മണ്ണൊക്കെ ഒന്ന് മുട്ടിക്കളഞ്ഞ് ഉണങ്ങിയ വേരുകളൊക്കെ ഉണ്ടാകും. അതെല്ലാം ഒന്ന് അടർത്തി മാറ്റിയിട്ട് വേണം നമുക്ക് പുഴുങ്ങാനായിട്ട് ഇടാൻ വേണ്ടി. പുഴുങ്ങാൻ എടുക്കുന്നതിന് മുൻപായിട്ട് അടുത്ത വർഷത്തേക്ക് നടുന്നതിന് ആവശ്യമായ മഞ്ഞൾ വിത്തുകളും ഇതിൽ നിന്ന് എടുത്തു വയ്ക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് പതിവ്. അപ്പോൾ ഇത്രയും വിത്തുകൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. നല്ല വിത്തുകൾ നോക്കിയിട്ട് നല്ല കണങ്ങുകൾ നോക്കി വേണം എടുത്തു വയ്ക്കാനായിട്ട്. വിത്തും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ആദ്യം മഞ്ഞളൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ മുട്ടിക്കളഞ്ഞപ്പോൾ നമ്മൾ കണങ്ങളൊക്കെ അടത്തിയെടുക്കുന്ന സമയത്ത് കുറേ മണ്ണൊക്കെ പോകും. പിന്നെയും കുറച്ച് മണ്ണൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി കളയണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ പുഴുങ്ങാനിടുന്ന സമയത്ത് ആ പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം. മഞ്ഞൾ നല്ലതുപോലെ മുങ്ങിക്കിടക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണം പുഴുങ്ങാൻ വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ നന്നായിട്ട് തിളച്ചൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതിൽ പിടിച്ചിരിക്കണം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആ മണ്ണും കൂടെ അങ്ങ് പോയി കിട്ടും. ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും വേണ്ടി വരും മഞ്ഞൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. ഇനി മഞ്ഞളിൻ്റെ തടയും കൂടെ നന്നാക്കി എടുക്കണം. തട നന്നാക്കി എടുക്കാനാണ് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുന്നത്. തടയിലാണ് കൂടുതൽ വേരുകളും പിന്നെ അതിൻ്റെ ഉണങ്ങിയ ഇലയുടെ തണ്ടുകൾ എല്ലാം ഉണ്ടാകും. അതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് തട പുഴുങ്ങാൻ വെക്കാനായിട്ട്. മഞ്ഞളിൻ്റെ വേവ് എന്തോരം ആയിട്ടുണ്ടെന്നൊന്ന് നോക്കാം.
നന്നായി തിളച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കയ്യിലിൻ്റെ കട ഭാഗം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോലോ എന്തെങ്കിലും എടുത്തിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു കണങ്ങെടുത്തിട്ട് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണങ്ങെടുത്തൊന്ന് ഒടിച്ച് നോക്കിയാൽ വെന്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. പെട്ടെന്ന് നല്ലതുപോലെ ഒന്ന് ഞെങ്ങുകയോ ഒടിഞ്ഞു വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വെന്തിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇത് വെന്തിട്ടില്ല. ഇനി ഒരു അരമണിക്കൂർ സമയം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ ഈ മഞ്ഞൾ പുഴുങ്ങണ സമയത്തെന്ന് പറഞ്ഞാൽ അതിൽ തീ കത്തിക്കാൻ തുടങ്ങിയാൽ ഇടയ്ക്ക് തീ കെട്ടുപോവോ അങ്ങനെയൊന്നും ആവരുത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ മഞ്ഞൾ വാടിപ്പോകണ ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മഞ്ഞൾ നമ്മൾ പൊടിയാക്കിയൊക്കെ വച്ച് കഴിഞ്ഞാൽ അത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ കൂടുതൽ അരമണിക്കൂർ സമയം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു പീസ് എടുത്തിട്ട് ഒരു കത്തിയോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കുക. ചൂടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് ഒടിച്ച് നോക്കിയാലും അമർത്തി നോക്കിയാലും മതിയാകും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു കിഴങ്ങുകളൊക്കെ വേവണ ആ ഒരു പാകം തന്നെയാണ് ഇതും നന്നായിട്ട് വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്ന് മഞ്ഞളെല്ലാം കോരി എടുക്കാം. ഇതിവിടെ ഞാനിവിടെ ഇത് ഉണക്കാനായിട്ട് ഇടുന്നത് ഒരു ടാർപോളിനിലാണ്. അപ്പം നല്ല ചൂടനെ തന്നെ ടാർപോളിനിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് കാരണം കൊണ്ട് കുറച്ച് നേരം ഇതൊന്ന് കോരി എടുത്തിട്ട് കുറച്ച് നേരം വരാന്തയിലൊന്ന് നിരത്തിയിട്ട് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് ടാർപോളിനിലേക്ക് ഇടുള്ളൂ. നന്നാക്കി എടുത്ത തടയും ഇതുപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം വേണം പുഴുങ്ങാനായിട്ട്. അങ്ങനെ കഴുകി പുഴുങ്ങാനിട്ടിട്ടുണ്ട്. തട വെന്ത് വരാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വരും. കണങ്ങൾ വേവണേക്കാളും കുറച്ചുകൂടെ കൂടുതൽ സമയം വേണ്ടി വരും. ഇതൊക്കെ വലിയ ഇതാണല്ലോ, കണങ്ങളെക്കാളും തിരിയോടെ കട്ടി കൂടിയതല്ലേ തടയല്ല. അത് കാരണം കൊണ്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. മഞ്ഞൾ പുഴുങ്ങിയ അതേ വെള്ളത്തിൽ തന്നെ തട പുഴുങ്ങാനിടരുത്. അതിൽ മണ്ണൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് വേണം തട പുഴുങ്ങാനിടാനായിട്ട്. തടകൾ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ അതിൽ വലിയ തടകളെയൊക്കെ ഒന്ന് മുറിച്ചിടണം. വലുപ്പം അനുസരിച്ച് 4ആക്കിയോ 2ആക്കിയോ മുറിച്ചിടാം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്നും ഉണങ്ങി വരില്ല. ഉള്ളു നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കേട് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ മുറിച്ചിടുന്നത്. ചെറിയ തടകൾ, ചെറിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊന്നും മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ നമ്മൾ പുഴുങ്ങണതിന് മുൻപ് ഇത് മുറിച്ചിട്ടിട്ട് പുഴുങ്ങുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കുമ്പോൾ ചിലപ്പം ആ വെള്ളത്തിൽ മണ്ണിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ പറ്റി പിടിക്കുകയും ചെയ്യും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോവുകയും ചെയ്യും. അങ്ങനെ എല്ലാ തടകളും മുറിച്ച് ഇട്ടിട്ടുണ്ട്. ചെറുതുകളൊന്നും മുറിച്ചിട്ടുമില്ല. ചെറുതുകൾ കുറച്ചേ ഉള്ളൂ. അതൊന്നും മുറിക്കാതെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഉണക്കാനായിട്ട് ഇടാം. കണങ്ങുകളും തടയും വേറെ വേറെ വേണം.
ഉണക്കാനിടാനായിട്ട്. പുഴുങ്ങുമ്പോഴാണെങ്കിലും വേറെ വേറെ പുഴുങ്ങുകയും ചെയ്യണം. രണ്ടിൻ്റെ വേവിലും ഉണക്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഒരു 10-20 ദിവസം കൊണ്ട് ഇത് രണ്ടും നല്ലതുപോലെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒക്കെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങാനിട്ടിട്ട് ഇപ്പോൾ 12 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലും ഉള്ള സമയമാണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ദിവസം കൂടെ ഒന്ന് ഉണക്കിയെടുക്കാം. ഒരു 15 ദിവസം, ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നല്ല ചൂടുണ്ടല്ലോ വെയിലിന്. അപ്പോൾ ഒരു 15 ദിവസം 20 ദിവസം കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഇതിൽ ഈ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നതൊക്കെ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ചില വലിയ കഷ്ണങ്ങൾ വലിയ കണങ്ങളുള്ളതാണ് ഉണക്ക് ഇത്തിരി ശരിക്കും ആവാത്തതൊക്കെ ഉള്ളത്. ഇതിന് ചെറിയ ഉണക്ക് വന്നിട്ടുള്ളൂ. നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിലുള്ള ഈ കരടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണമെങ്കിൽ പാറ്റാനറിയാവുന്നവർക്കാണെങ്കിൽ ഒന്ന് പാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ കുടഞ്ഞ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇതാക്കണ്ടോ. കുറച്ച് പൊടികളൊക്കെ ഇതിന്മേന്ന് പറക്കണുണ്ട്. അത് ഇതിൻ്റെ പുറത്തേക്കടെയുള്ള ഈ വിട്ട് ഇരിക്കുന്ന സ്കിന്നാണ് ഈ മഞ്ഞളിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചാലും മതി, കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കാണിച്ച് ഒന്ന് നമുക്കിത് കുടഞ്ഞ് വാരി വയ്ക്കാം. ഇങ്ങനെ മാറ്റി എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ മുറത്തിലിട്ട് നന്നായിട്ട് പാറ്റി എടുക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ പാറ്റി എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാറ്റി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. മഞ്ഞൾ ഇരിക്കും തോറും അതിന് കേടൊന്നും വരാതെ കൂടുതൽ നാളുകൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ. ഏകദേശം ഒരു 2 കിലോ മഞ്ഞൾ, ഉണക്കമഞ്ഞൾ കാണും. ഇനി ഉണങ്ങാൻ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഉണങ്ങാനില്ല. ഉണങ്ങിയാലും അധികം കുറയൊന്നുമില്ല. ഏകദേശം 2 കിലോ മഞ്ഞൾ ഉണ്ടാവുമല്ലോ. ഇത് തട ഉണങ്ങിയതാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് മുറിച്ചിട്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആദ്യം ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയാണ് ചെയ്തത്. ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതൊന്നും ഒടിക്കാനേ പറ്റണില്ല. അതേപോലെ നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുമ്പ് അറ്റാണ് ഒടിഞ്ഞു വന്നത്. നല്ലതുപോലെ ഉണക്ക് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോ കാണും. ഇത് പൊടിക്കാൻ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി ആണ് ഞങ്ങൾ പൊടിക്കണത്. അപ്പം പൊടിക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കുക. അതിൽ ചെറിയ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി കളയുകയൊക്കെ ചെയ്യണം. മഞ്ഞളിൻ്റെ തട പൊടിക്കുന്ന സമയത്താണ് പൊടിക്ക് നല്ല കളറൊക്കെ കിട്ടുന്നത്. ഞാൻ കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ളത് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കാറ് പതിവ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ പറിക്കാൻ മഞ്ഞളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് 2019. അതിന് മുൻപത്തെ വർഷത്തിൽ, അതായത് 2018 പറിച്ചെടുത്ത മഞ്ഞളാണ് ഇത്. ഇത് ഞാൻ ആവശ്യത്തിനുള്ളത് പൊടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇരുന്നതാണ്. ഇതുവരെ അതിന് ഒരു കേടൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ, ഇപ്പോഴും അത് നല്ല ബലത്തിൽ തന്നെ നല്ലതുപോലെ ഉണക്കായിട്ടുണ്ട്. കളറ് ചെറുതായിട്ട് കുറയും. നമ്മൾ പുതിയത് എടുത്തതിന് കണ്ടോ, ഇത് കളറിന് ചെറിയൊരു വ്യത്യാസം വരും എന്നുള്ളൂ. അല്ലാതെ വേറെ ഗുണത്തിലാണെങ്കിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് പുഴുങ്ങണ സമയത്ത് നന്നായിട്ട് വേവിച്ച് വെക്കുകയാണ് വേണ്ടത്, ഇങ്ങനെ നാളുകളോളം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ 2 വർഷം ഏകദേശം 2 വർഷം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മഞ്ഞൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഏത് ഫ്രിഡ്ജിലോ അങ്ങനെയൊന്നും സൂക്ഷിക്കാൻ ഇത്രയും ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാനിത് വെറുതെ വെളിയിൽ തന്നെ വച്ചേക്കണ ഒന്നാണ്. ഈ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷമായിട്ടുണ്ട് ഇത് പൊടിപ്പിച്ച് ഞാനിവിടെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഈ കുപ്പിയിലാണ്, ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, ഇതിലാണ് പൊടിയിട്ട് വെക്കണത്. അപ്പോൾ ഇപ്പോൾ എടുത്ത് ഇത്രയും ഉള്ളൂ ഇനി ബാക്കി. അപ്പം ഇതുവരെ അതിന് ഒരു കേടോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല പൊടിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പൊടി തന്നെയാണ്. നല്ല മഴക്കാലം ആവുമ്പോൾ ഇതുപോലെ ശരിക്കും നമുക്കിതിങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചാടില്ല. അതേപോലെ ചെറുതായിട്ടൊരു കട്ടയായിട്ട് ഇരിക്കണ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് വെയിൽ തെളിയുന്ന സമയത്തൊന്ന് എടുത്ത് വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഈ പൊടിക്ക് ഒരു കേടും ഇല്ലാതെ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. മഞ്ഞൾ പുഴുങ്ങണ സമയത്ത് നല്ലതുപോലെ വേവിച്ച് എടുക്കണം എന്ന് മാത്രം. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഈ പൊടി ഇതുപോലെ തന്നെ കട്ടയായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് വെയിലത്ത് എടുത്ത് വച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു പൊടിയായിട്ട് തന്നെ മാറിയത്. അപ്പോൾ കട്ടയായിട്ട് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ചിലപ്പോൾ വല്ല പ്രാണികളൊക്കെ വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കുന്നതിനും ഒക്കെ ഏറ്റവും നല്ലതെന്ന് പറയണത് നമ്മൾ പുഴുങ്ങണ സമയത്ത് ശ്രദ്ധിക്കണ ആ ഒരു ശ്രദ്ധയാണ് വേണ്ടത്. നമുക്ക് നല്ല മഞ്ഞൾപ്പൊടി കേടുകൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾ പുഴുങ്ങുമ്പോൾ നല്ലതുപോലെ വേവിച്ച് തന്നെ പുഴുങ്ങണം. ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അടുപ്പത്തുനിന്ന് വാങ്ങിയെടുക്കരുത്. ഇനി ഗ്യാസിൽ വെച്ച് പുഴുങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. കുക്കറിലിട്ട് ഒരു 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വേവും, മഞ്ഞൾ നന്നായിട്ട് വെന്ത് കിട്ടും. ശുദ്ധമായ മഞ്ഞൾപ്പൊടി എങ്ങനെ തയ്യാറാക്കാം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.